ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി പ്രശംസിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി. ദില്ലി മലയാളികൾക്കൊപ്പമാണ് MA ബേബി ഇന്നലെ രാത്രി സിനിമ കാണാനെത്തിയത്. എല്ലാവരും കാണേണ്ട സിനിമയാണിതെന്നും ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബത്തോടൊപ്പം കാണാനാകുന്ന സിനിമയാണെന്നും MA ബേബി പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടതിന് പിന്നാലെ ഓടുന്ന പ്രവണത സമൂഹത്തിലുണ്ട്. വസ്തുതാപരമായ വിവരങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ എന്തിലും പ്രതികരിക്കാവൂ. അതല്ലെങ്കിൽ അത് പലരുടെയും ജീവിതത്തെ തന്നെ ബാധിക്കുന്നതായി മാറുമെന്നും MA ബേബി പറയുന്നു. അതേസമയം ബേബിയുടെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി പല സാമൂഹ്യ പ്രവർത്തകരും രംഗത്തെത്തി. ബലാത്സംഗ കൊട്ടേഷൻ നൽകിയ ഒരാളുടെ ചിത്രം പ്രൊമോട്ട് ചെയ്തതിലൂടെ MA ബേബി ആ സ്ഥാനത്തിന്റെ വില കളഞ്ഞുവെന്ന് അഭിഭാഷകയായ TB മിനി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പോൾ പ്രിൻസ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷനും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തൊക്കെ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദിലീപിനോട് എൻ്റെ വാക്കുകളിൽ ചില അമർഷം രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ട്, ദിലീപിനെ എനിക്ക് കണ്ടുകൂടാ എന്നൊക്കെ സ്ഥിരമായിട്ട് പറയുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് പറയാം എന്ന് തന്നെ ആണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ അതിനൊരു സമയം ഒത്തു വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ CPMൻ്റെ സെക്രട്ടറി MA ബേബി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററിൽ പോയി കാണുന്നു. കണ്ടതിന് ശേഷം ഈ ചിത്രം എല്ലാവരും കാണണം, അതിനെപ്പറ്റി നല്ല ഒരു അഭിപ്രായം പറയുന്നു. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകളും പലരും പുള്ളിയെ വിമർശിക്കുകയാണ്. എന്തിന് ദിലീപിൻ്റെ ചിത്രത്തെപ്പറ്റി നല്ലത് പറയുന്നു, ദിലീപിനെ പോലുള്ള ഒരു വ്യക്തി എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഇതിൻ്റെ താഴെ കാണും. ഞാൻ പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും അങ്ങ് മാറ്റി നിർത്തിയിട്ടുള്ള വ്യക്തിയൊന്നുമില്ല. സിനിമാ മേഖലയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ദിലീപിൻ്റെ മാത്രം സിനിമയല്ല അത്. വിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ, അതുപോലെ തന്നെ മറ്റു പലരും, അതുപോലെ അതിൻ്റെ നിർമ്മാതാവുണ്ട്, പുള്ളിയാണ് കാശ് മുടക്കുന്നത്. അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുടെ തൊഴിൽ മേഖലയാണ് സിനിമയെന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഒരു രാഷ്ട്രീയത്തിലെ പ്രമുഖനായ ഒരു നേതാവ്, MA ബേബിയെ പറ്റി എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് പുസ്തകത്തെപ്പറ്റി അഭിപ്രായം പറയുന്ന അപൂർവം ചിലരാണ്. രാഷ്ട്രീയത്തിൽ പുസ്തകത്തെപ്പറ്റിയും സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇടപെടുകയും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് MA ബേബി. അപ്പോൾ ഇന്ന സിനിമ കാണരുത്, ഇന്ന സിനിമ ദിലീപ് അഭിനയിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ അഭിനയിച്ചതായതുകൊണ്ട് അതൊന്നും കാണരുത് എന്നൊരു അലിഖിത നിയമമൊന്നും ഇവിടെ ഇല്ല. പുള്ളിക്ക് പേഴ്സണായിട്ട് പുള്ളിക്ക് ആ സിനിമ കാണുകയും അതിനെപ്പറ്റി അഭിപ്രായം പറയുകയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് പലരും ഇത് ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ദിലീപിൻ്റെ പേര് അതിലെ പ്രതിയായ വ്യക്തി പറയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കേസന്വേഷണം നടത്തുകയും ദിലീപ് കുറച്ച് ദിവസം ജയിലിൽ പോവുകയും പിന്നെ ജാമ്യത്തിലിറങ്ങുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് കോടതിയിൽ നിൽക്കുന്നതാണ്. കോടതിയാണ് തീരുമാനിക്കേണ്ടത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണോ അല്ലയോ എന്ന്. അതുവരെ ഒരാളെ കുറ്റക്കാരനാണെന്ന് കരുതി മാറ്റി നിർത്താനൊന്നും പറ്റില്ല. ഈ കേസ് എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും ഉണ്ടാക്കാൻ പറ്റിയ കേസുകൾ തന്നെയാണ്. ഇപ്പം ഈ പ്രതിയായ വ്യക്തി പറഞ്ഞേക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കാർക്കും അറിയില്ല, എനിക്കറിയില്ല. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം അതിൻ്റെ താഴെ ദിലീപിനെതിരെ വന്നേക്കുന്ന പല കമൻറ്റുകളും പുള്ളി എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് നമുക്ക് ശരിയെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായം പറയാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താനുള്ള അവകാശമൊന്നുമില്ല. അത് കോടതി, നമ്മുടെ ഇവിടെ ഒരു കോടതിയുണ്ട്, ആ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പുള്ളി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, പുള്ളി കുറ്റക്കാരനാണ് എന്നൊക്കെ കോടതി തീരുമാനം. അതിനുശേഷം പുള്ളിയെ മാറ്റി നിർത്തുന്നതോ പുള്ളിക്കെതിരെ നടപടി സ്വീകരിക്കണോ എന്നൊക്കെ അതിനുശേഷം തീരുമാനിക്കുക. ഇതിനു മുമ്പ് തന്നെ ഈ കേസിലെ തന്നെ ഒന്നാം പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ പറഞ്ഞ വാക്കിൻ്റെ പുറത്താണ് ഈ കോലാഹലങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾ എത്രയോ കേസിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികളായിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു എന്തോന്ന് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ സംഘടിതമായി നീങ്ങുന്നു എന്നെനിക്ക് തോന്നുകയുണ്ട്. ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറയുന്ന തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം.
അതിന് ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് കോടതിയിലിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പുള്ളി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സിനിമയിൽ നിരോധിക്കാൻ പറ്റത്തൊന്നുമില്ല. പുള്ളി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പുള്ളി സിനിമയിൽ അഭിനയിക്കട്ടെ. അഭിനയിച്ചതിന് ശേഷം പുള്ളി കുറ്റക്കാരനാണെന്ന് കോടതി തീരുമാനിക്കട്ടെ. പിന്നെ കോടതി തീരുമാനിച്ച പല കേസിലും കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷിക്കുകയും പിന്നെ മേൽക്കോടതി അതിന് ഇളവ് കൊടുത്തിട്ടുമൊക്കെയുണ്ട്. എത്രയോ സംഭവങ്ങൾ. അതുപോലെ തന്നെ കോടതി ശിക്ഷിച്ച് തടവ് ശിക്ഷയൊക്കെ അനുവദിച്ച് പുറത്തു വന്ന പലരും അതിനുശേഷം കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണയാണ്. അപ്പം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണെന്ന് ചാർത്തുകയാണ്, ചാർത്തിയിട്ട് മാറ്റി നിർത്തുകയാണ്. ഇതാണ് ഫസ്റ്റ് കൽപ്പിക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. എന്തിനങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതുപോലെ MA ബേബി എന്ന് പറയുന്ന വ്യക്തി, പുള്ളി സിനിമ കാണുന്നു, സിനിമയെപ്പറ്റി അഭിപ്രായം പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, ദിലീപ് മാത്രമല്ല, എത്രയോ ആൾക്കാർ ആ ചിത്രത്തിൽ അഭിനയിക്കുന്നു. എത്രയോ ആൾക്കാരുടെ അന്നമാണ് സിനിമ. അതുപോലെ തന്നെ 25 കോടി രൂപയോളം ആ ചിത്രം നേടാൻ പോകുന്നു. അതുപോലെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ആ രീതിയിലും കാണുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും ഒരു സ്വരത്തിൽ പറയുന്നു, ഈ കേസിൽ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും എല്ലാവരും ആവശ്യപ്പെടുന്നുമുണ്ട്. അതാണ് നമ്മുടെ ഒരു മനസ്സ്. നമ്മളെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു അന്ന് നടന്നത്. ആ കാര്യത്തിൽ ആ നടിയോടൊപ്പം തന്നെയാണ് നമ്മുടെ എല്ലാ മനസ്സ്. പക്ഷേ ആ കാരണം കൊണ്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയേക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് മൂഢന്മാരുടെ സ്വർഗത്തിലാണ്. ഈ നൂറ്റാണ്ടൊക്കെ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആധുനിക യുഗത്തിലാണ്. അതുകൊണ്ട് ആധുനിക യുഗത്തിൽ താമസിക്കുന്നതുകൊണ്ട് ഈ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. പുള്ളിക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം. പക്ഷെ അതിനു മുമ്പ് തന്നെ പുള്ളി കുറ്റക്കാരനാണെന്ന് കരുതി പുള്ളിയുടെ സിനിമ കാണരുത്, പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കരുത്, പുള്ളിയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നത് പോലും തെറ്റ് എന്നുള്ള രീതിയിൽ ചിലവരങ്ങ് എന്താ പറയുന്നത്, പണ്ട് കാലത്ത് ഈ പട്ടെന്നൊക്കെ പറയത്തില്ലയോ, ഈ തമ്പ്രാക്കന്മാർ വരുമ്പം അടിയാന്മാരൊക്കെ ഇത്ര, അതുപോലെ തന്നെയാണ് ചിലവർ കാണുന്നത്. ഇത് ആധുനിക കാലത്ത് ഭൂഷണമല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ MA ബേബി എന്ത് തെറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. MA ബേബി ഒരു സിനിമ ഇഷ്ടപ്പെടുന്നു, സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർക്കൊന്നും ഇല്ലാത്തൊരു MA ബേബി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത വ്യക്തിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് സാംസ്കാരികമായ പല കാര്യങ്ങളിലും പുള്ളി അഭിപ്രായം പറയുന്നു. അനേകം പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുള്ള വ്യക്തിയാണ്, പല ഭാഷകളും പ്രയോഗിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ പല സിനിമകളും കാണുന്ന വ്യക്തിയാണ്, അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു. അപ്പം നമ്മുടെ പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി കാണുകയും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതിലും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അത് MA ബേബിയെ വിമർശിച്ചുകൊണ്ട് പലരും കമൻ്റായിട്ടിടുന്നു, അതുപോലെ നേരിട്ട്, അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെ പത്രസമ്മേളനങ്ങളിലൂടെയൊക്കെ വിളിച്ചു പറയുന്നു. ഇത് കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ദിലീപിൻ്റെ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ സംഘടിതമായി ദിലീപ് ചിത്രങ്ങളെ തോൽപ്പിക്കാനുള്ള ശ്രമം ഒരു വശത്ത്, മറ്റൊരു വശത്ത് മലയാള സിനിമയിൽ നിന്ന് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ മാറ്റി നിർത്തണം എന്ന് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ പലരും പറയുന്ന കമൻറ്റുകളായിട്ട് പറയുന്നത്, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ഒരു പടവും വിജയിപ്പിക്കരുത്, ഞാൻ സപ്പോർട്ട് ചെയ്യരുതെന്നൊക്കെ പറയും. എന്നെ സംബന്ധിച്ച് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അറിയാത്ത ഒരു കാര്യത്തേക്ക് പിന്നെ നമ്മൾ അഭിപ്രായം ഒരാളെ മാറ്റി നിർത്തുക. അതുമല്ല, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് യാതൊരുവിധ ദോഷവും ചെയ്തിട്ടില്ല, വ്യക്തിപരമായിട്ട് അറിയില്ല. പിന്നെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് ഉറപ്പ് കോടതിയാണ്, നമ്മുടെ നിയമ വ്യവസ്ഥയിൽ കോടതിയാണ് തീരുമാനിക്കുന്നത്. ഈ കേസിൽ ഇയാൾ കുറ്റക്കാരനാണോ എന്നാണ് കോടതി തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ കോടതി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരാളെ കുറ്റക്കാരനാണെന്ന് മാറ്റി നിർത്താനുള്ളതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തെ എനിക്ക് കേട്ടപ്പം സത്യം പറഞ്ഞാൽ രക്തം തിളയ്ക്കുമെന്നൊക്കെ പറയാം. കാരണം നമ്മൾ പലരെയും പല രീതിയിലും പലപ്പോഴും പറയുന്നത് കേട്ടു. പക്ഷേ എത്രയോ കേസുകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ. അവർക്കാർക്കും ആരോടും കാണിക്കാത്ത
ഒരു എന്താ പറയുന്നത്, ഒരു ഈ മുൻവിധിയോട് ദിലീപിനോട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പല മാധ്യമ സുഹൃത്തുക്കളും പല മാധ്യമങ്ങളും ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ പേര് കേട്ട് കഴിഞ്ഞാൽ അത് എതിർക്കപ്പെടേണ്ടവനാണ് എന്നുള്ളൊരു തോന്നൽ ചിലവർക്കുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ കേസ് വിധിയാവട്ടെ, വിധി ആയതിനു ശേഷം നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ആ നടിയോടൊപ്പം തന്നെയാണ് എൻ്റെ മനസ്സ്. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണെങ്കിൽ മാത്രമേ ക്രൂശിക്കാവുള്ളൂ. കുറ്റക്കാരനാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ക്രൂശിച്ചു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.